നമസ്കാരം. എൻ്റെ നാട്ടിലെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്ന ചന്ദ്രേട്ടനെ കുറിച്ച് പറയാം. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ കളരിയൊക്കെ പഠിച്ചിട്ടുള്ള നല്ല ആരോഗ്യമുള്ള കുംഭമീശയൊക്കെ ഉള്ള വലിയൊരു ശരീരമൊക്കെ ഉള്ള ഒരാളായിരുന്നു. ചന്ദ്രേട്ടന് ചില പ്രത്യേകതകളുണ്ട്. ചന്ദ്രേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില പണികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, അതായത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചന്ദ്രേട്ടൻ ഇപ്പോൾ ആരെങ്കിലും കിണറ്റിൽ വീണു എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രേട്ടനാണ് ആദ്യം വിളിക്കുക. ചന്ദ്രേട്ടന് മാത്രമേ പറ്റൂ കിണറ്റിൽ വീണ ആളെ പൊക്കിയെടുത്ത് കിണറ്റിൽ നിന്ന് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റും. അതുപോലെ ഓടിട്ട വീടിന് മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന വലിയ മരങ്ങൾ മുറിച്ച് മാറ്റണമെങ്കിൽ ചന്ദ്രേട്ടൻ വേണം, അദ്ദേഹത്തിന് മാത്രമേ അത് പറ്റൂ. അതുപോലെ അന്ന് റോഡ് സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ആളുകളെ ചുമന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ആശുപത്രിയിൽ എത്തുന്നത് വരെയും ആളെ ചുമന്ന് കൊണ്ടുപോകാൻ ചന്ദ്രേട്ടനാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ചന്ദ്രേട്ടൻ അങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ചന്ദ്രേട്ടൻ. അപ്പോൾ അദ്ദേഹവും എൻ്റെ അച്ഛനും തമ്മിലുള്ള കൂട്ട് ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിക്കാറുണ്ട്, ഈ ചന്ദ്രേട്ടൻ എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ചങ്ങാതിയായി എന്നുള്ളത് അച്ഛനോടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ചന്ദ്രേട്ടൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചന്ദ്രേട്ടന് കുറേ കുഴപ്പങ്ങളുണ്ട്. ചന്ദ്രേട്ടൻ വലിയ വഴക്കാളിയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കായികമായിട്ട് ഉപദ്രവിക്കും. അദ്ദേഹവുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം വലിയ രീതിയിൽ അവരുമായിട്ട് ഏറ്റുമുട്ടും. മോശപ്പെട്ട വാക്കുകൾ വിളിച്ചു പറയും. രാത്രിയിൽ വീട്ടിൽ കയറി വന്ന് ബഹളം വയ്ക്കും. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പങ്ങളൊക്കെ അദ്ദേഹം നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഉപദ്രവങ്ങൾ. ചാരായം കുടിച്ചു കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ മറ്റൊരാളായിട്ട് മാറും. അക്കാലത്ത് ചാരായം സുലഭമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. ചന്ദ്രേട്ടൻ ചാരായം കുടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമായിട്ട് അടി ഉണ്ടാക്കാതെ അദ്ദേഹം ഒന്നും വീട്ടിൽ പോകില്ല. ഒരു പരിധി വരെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ചന്ദ്രേട്ടൻ ഒരു ശല്യം കൂടിയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ എന്നും ചേർത്ത് പിടിച്ചിരുന്നു. എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ലീവിൽ വരുമ്പോഴൊക്കെ ഇവർ തമ്മിൽ വലിയ കൂട്ടായിരുന്നു. കൃത്യമായിട്ട് ചന്ദ്രേട്ടൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ വലിയ ആരോപണങ്ങളും കേട്ടിരുന്നു. കാരണം ഇത്തരം നാട്ടിൽ കുഴപ്പങ്ങളൊക്കെ കാണിക്കുന്ന ചന്ദ്രനെ നീ എന്തിനാടാ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അച്ഛൻ്റെ വീട്ടിലും ആ ചോദ്യം അച്ഛൻ കേട്ടിരുന്നു, നാട്ടിലും ചോദ്യം അച്ഛൻ കേട്ടിരുന്നു. പക്ഷേ എന്നാൽ പോലും ചന്ദ്രേട്ടനെ എൻ്റെ അച്ഛൻ ചേർത്ത് പിടിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നു. ഈ ഒരു ചോദ്യം ഞങ്ങളും അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദിവസം ഇതുപോലെ അച്ഛനും ചന്ദ്രേട്ടനും കൂടി എവിടെ പോയി വന്നു. വൈകുന്നേരം ചന്ദ്രേട്ടൻ ചാരായം കുടിച്ച് ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങളുടെ അച്ഛനെ തെറി പറയുന്നത് ഞങ്ങൾ കണ്ടു. അച്ഛൻ മിണ്ടാതെ ഉമ്മറത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛൻ ചന്ദ്രേട്ടനെ ഒന്നും പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് അച്ഛൻ ചന്ദ്രേട്ടൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടും ഒന്നും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ ചോദിച്ചു. അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അയാൾക്ക് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാൽ പോലും അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ നല്ലവനാണ്. അയാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ചന്ദ്രേട്ടന് അയാൾക്ക് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അയാൾ അത്തരം കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ചെയ്യും. അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോഴും ചന്ദ്രേട്ടനെ സംരക്ഷിക്കുന്നത്. അയാൾ വഴക്കുണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ തിരിച്ചൊന്നും പറയാതിരിക്കുന്നത് എന്ന് അച്ഛൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചന്ദ്രേട്ടന്മാരെ നമുക്ക് കുറേ കാണാം. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും, നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാവും. കുറേ കുഴപ്പങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷേ എന്നാൽ പോലും അയാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെ നമുക്ക് ആവശ്യമുണ്ട്. അവരെ നമുക്ക് എന്ത് വേണം? ആ സുഹൃത്തിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള അയാളെ നമ്മൾ ചേർത്ത് പിടിക്കും. എന്തുകൊണ്ടാണ്? അയാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അയാളത് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അയാളുടെ പോസിറ്റീവ് സൈഡ് മാത്രം. ഇപ്പോൾ ബിസിനസ്സിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങളുടെ ജോലിക്കാരനായിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും അയാൾക്ക് കുറേ നന്മകളുണ്ടാവും. അയാളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് അയാൾ ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ അയാളുടെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ചന്ദ്രേട്ടനിലെ പോസിറ്റീവ് സൈഡ് മാത്രമാണ് കണ്ടത്. ചന്ദ്രേട്ടനിലുള്ള നെഗറ്റീവ് സൈഡ് അച്ഛൻ പരിഗണിച്ചില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ പോസിറ്റീവ് സൈഡ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം? പോസിറ്റീവ് സൈഡുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഇത്തരത്തിലുള്ള ചന്ദ്രേട്ടന്മാർ നമ്മുടെ ലൈഫിലുണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത്തരക്കാരെ വിട്ട് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.
അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ജോലിയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, ലൈഫിലായിരിക്കാം. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവർക്ക് തരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ചന്ദ്രേട്ടന്മാർ ഇനിയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇത്തരത്തിലുള്ള ചന്ദ്രേട്ടന്മാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ എന്തുകൊണ്ട് ചന്ദ്രേട്ടനെ സംരക്ഷിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് അച്ഛൻ മറുപടി പറയുമ്പോൾ ചിലപ്പോൾ പുറത്തുള്ളവർക്ക് അത് മനസ്സിലായി കാണണമെന്നില്ല. ചിലപ്പോൾ നാട്ടിലോ വീട്ടിലോ ചന്ദ്രേട്ടനെ സംരക്ഷിക്കുന്ന അച്ഛൻ മറുപടി പറയുമ്പോൾ എന്തിനാടാ നീ ചന്ദ്രനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്ന മറുപടി മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അച്ഛന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കൂടെയുള്ള ചന്ദ്രേട്ടന്മാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ടാണ്. അവരുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണേണ്ടതില്ല, അത് നമ്മൾ മാറ്റിവെക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് വേണം, നമ്മുടെ ബിസിനസ്സിന് വേണം, നമ്മുടെ ലൈഫിൽ അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്.